നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നമ്മൾ ഇന്നലെ ഗുരുവായൂർ പോയതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു. എനിക്കറിയാം അതൊന്നും നമുക്ക് ആരും കാണത്തില്ല, നമ്മളെ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരൊക്കെ കാണത്തുള്ളൂ. എല്ലാവർക്കും ഇങ്ങനെ ബ്യൂട്ടി ടിപ്സും എനിക്ക് ക്യാമറയിലോട്ട് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം എന്തോ പോലെ കേട്ടോ. ഞാൻ നേരെ നോക്കുവാണേ, അപ്പം നിങ്ങൾക്ക് വേറൊന്നും ഇതാവില്ല കേട്ടോ. ഞാൻ ക്യാമറയെ നോക്കി സംസാരിക്കാം, പക്ഷെ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നും. എനിക്ക് ക്യാമറയെ തന്നെ നോക്കിയാൽ എനിക്ക് നിങ്ങളെ കാണാത്ത പോലെയാണ്. ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് നിങ്ങളെല്ലാവരും എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്ക് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു സൂപ്പർ വീഡിയോ ആകട്ടോ. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ എൻ്റെ ചേച്ചിമാരെ, എൻ്റെ അമ്മമാരെ, ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നും ഇന്നലെയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് വെയിൽ, എന്നാൽ ഒത്തിരി വെയിലൊന്നുമില്ല, കാറിനകത്താണെങ്കിലും കുറച്ച് ടാനൊക്കെ അടിച്ചാർക്ക്. അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് ചെയ്ത ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ വരുന്നത്. പക്ഷെ ഞാൻ രാവിലെ അത് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഓയിൽ തേച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കൂടെ തേച്ച് എൻ്റെ കയ്യേലും കഴുത്തേലും എല്ലാം തേച്ച് കുറച്ച് ടാനൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ വെയിലത്ത് പോകേണ്ട സന്ദർഭങ്ങളിൽ, വെയിൽ കൊള്ളേണ്ട സന്ദർഭങ്ങളിൽ ഞാൻ അന്ന് തന്നെ അല്ല അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ തേച്ച് ഞാൻ ആ ടാനങ്ങ് കളയും. അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാതെ ഇരിക്കുവാണെങ്കിൽ അത് വീണ്ടും ഇരുന്ന് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആകും കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ വെയിൽ കൊണ്ടു, നമുക്ക് ഇപ്പോഴത്തെ വെയിലല്ല എൻ്റെ അമ്മോ, നമ്മൾ ഈ വീടിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊന്നും അറിയത്തില്ല കേട്ടോ. നമ്മൾ എങ്ങോട്ടേലും ഒരു യാത്രയൊക്കെ പോകണം, ഭയങ്കര കേട്ടോ. നമുക്ക് ഞങ്ങൾ എന്ത് വെള്ളം വാങ്ങിച്ചെന്നറിയോ, വെള്ളം വാങ്ങിച്ചു, അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം നമ്മൾ തണുപ്പ് കിട്ടാനായിട്ട് നമ്മൾ പിള്ളേർക്കും എല്ലാം നമ്മൾ അതുപോലെ നമ്മൾ നോക്കിയിട്ടാണ് നമുക്ക്. പിന്നെ ആകെപ്പാടെ ഒരു ധൃതിയായിരുന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് ജോലിക്ക് കയറണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ധൃതിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ ഒക്കെ വീഡിയോസൊക്കെ എടുക്കണം, കുറച്ചൊക്കെ റീൽസ് എടുക്കണം എന്നൊക്കെ കരുതിയാണ് പോയെ. അപ്പോൾ എറണാകുളത്ത് എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തെ ചെല്ലണമെന്നും പറഞ്ഞ് അവർ വിളിക്കുകയും അങ്ങനെ ഭയങ്കര ധൃതിയായിപ്പോയി കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും എന്താ പറഞ്ഞേ, എൻ്റെ അച്ഛൻ്റെ കൂടെയൊക്കെ മുൻപൊക്കെ പോകുമ്പോഴുണ്ടല്ലോ, ഞങ്ങളെല്ലാം ഇപ്പം എത്ര മണിക്കാണ് റൂം വെക്കേറ്റ് ചെയ്യേണ്ടത്, ഞങ്ങൾ ആ സമയം വരെ അവിടെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് നമ്മൾ ഇന്നലെ അവിടെ നിന്നാണെങ്കിലും പക്ഷെ കുറേ നേരം ഉണ്ടായിരുന്നു. അമ്പലത്തിനകത്തോട്ട് ഇഷ്ടം പോലെ സമയം നിൽക്കാനായിട്ടൊക്കെ സമ്മതിച്ചു കേട്ടോ. ഇഷ്ടം പോലെ സമയം നമ്മൾ അമ്പലത്തിനകത്തോടെ ഒക്കെ നടന്നു കേട്ടോ. ഈ കാര്യങ്ങളൊന്നും ആർക്കും കേൾക്കണ്ടായിരിക്കും, എന്നാലും എന്നെ കാണാൻ ഇഷ്ടമുള്ള 1, 2 കുറച്ചൊരു 5, 10 പേരൊക്കെങ്കിലും ഇത് കേൾക്കുന്ന ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, എനിക്കറിയായിരുന്നു എൻ്റെ മോൻ നിറച്ച് ടാനായിട്ടുണ്ടെന്ന്. ഞാൻ ഇന്ന് രാവിലെ തന്നെ കുറേ ഓയില് മുഖത്തും കഴുത്തേലും എൻ്റെ കയ്യേലും എല്ലാം, എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ കൈയൊക്കെ ഉണ്ടല്ലോ, കാറേ ഇരുന്ന് ആ സൈഡിൽ കൂടെ ആ ഗ്ലാസ്സിനകത്തൂടെ, ഗ്ലാസ് താത്താ ഇട്ടിരുന്നെങ്കിലും ഗ്ലാസ്സിനകത്തൂടെ ഇങ്ങോട്ടും കൈയൊക്കെ പൊള്ളിപ്പോകുന്നതായിരുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറയിട്ടുണ്ട്, കറുത്ത എന്തോ നെറ്റ് പോലൊരു സാധനം കിട്ടും, ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ വെക്കണം, അല്ലാതെ പറ്റത്തില്ല. അങ്ങോട്ട് പോയപ്പോൾ എനിക്കും എൻ്റെ പുറകെ ഇരുന്ന മൂക്കും ആയിരുന്നു ഭയങ്കര വെയിൽ. ഇങ്ങോട്ട് വന്നപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് വെയിലായി, വലിയ മൂക്കും ഹസ്ബൻഡും ആയിരുന്നു ആ വെയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് അതുപോലത്തെ ചെയ്ത് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൈയൊക്കെ ഇങ്ങനെ അങ്ങ് പഴുത്തു പോയ പോലെ ഞാനിങ്ങനെ ഷോളെടുത്ത് ഇങ്ങനെ പൊത്തഞ്ഞായിരുന്നത്, നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ തന്നെ കിച്ചണിലെ കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ മുഖത്തിട്ട ഒരു സൂത്രമാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. എൻ്റെ മുഖത്തെ ടാനെല്ലാം മാറി. ഇപ്പം ഞാൻ നിങ്ങളെ ചെയ്ത് കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിലും, ഞാൻ രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം ഈ മുഖം കാണിക്കുന്നതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഇതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഇന്ന് തന്നെ വന്നത്.
ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് മുൾട്ടാണി മിട്ടി. മുൾട്ടാണി മിട്ടി നമ്മുടെ ഡ്രൈ സ്കിന്നിനെ കുറച്ച് ഡ്രൈ ആക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മുൾട്ടാണി മിട്ടിയുടെ കൂടെ അരിപ്പൊടി, ഇത് രണ്ടും നമ്മളെ ഡ്രൈ ആക്കുന്നതാണ്. പക്ഷേ നമ്മുടെ സ്കിന്നിനെ കളറ് വെപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല 2 ഇൻഗ്രീഡിയൻസ് ആണ് മുൾട്ടാണി മിട്ടിയും അരിപ്പൊടിയും. നമ്മുടെ പുട്ടിനൊക്കെ വാങ്ങിക്കുന്ന സൈസ് പൊടി മതി കേട്ടോ. അപ്പം അത് രണ്ടും. പിന്നെ എന്നതാ പറ, ശുഭയുടെ എന്താ ഒരു ചേച്ചി പറഞ്ഞ ഒരിതുണ്ടല്ലോ, ശുഭയുടെ രാശിയാന്ന് പറഞ്ഞ നമ്മുടെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ആരുടെയും പേരൊന്നും ഇങ്ങനെ കൂട്ടി ചേച്ചി എന്നൊന്നും പറയുന്നില്ല, എല്ലാവരെയും ചേച്ചിന്നേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ശുഭയുടെ രാശിയാണ് എന്താണ്, തൈര്. അപ്പോൾ ഇത് 3ഉം കൂടെയാണ് രാവിലെ ഞാൻ അങ്ങോട്ട് കുഴച്ച് എൻ്റെ മുഖത്തും, ഞങ്ങൾ 4 പേരുടെ മുഖത്തോട്ട് ഞങ്ങൾ വാരി തേച്ചു. എൻ്റെ കയ്യേലും എല്ലാം തേച്ച് ഒരു 20 മിനിറ്റ് നേരം ഞാൻ മുഖത്ത് വെച്ചുകൊണ്ടിരുന്നു. 5 മിനിറ്റ് മസാജ് കൊടുത്തു. എന്തൊക്കെയാ? മുൾട്ടാണി മിട്ടി, അരിപ്പൊടി, തൈര്. ഇത് കുഴയാൻ ഇച്ചിരി കൂടുതൽ തൈര് വേണം കേട്ടോ, അല്ലെങ്കിൽ ഇത് രണ്ടും ഡ്രൈ ആകുന്ന സാധനമാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ തൈരെടുത്ത് കുഴച്ച് നല്ലതായിട്ട് മുഖത്തും കഴുത്തേലും കഴുത്തിൻ്റെ ബാക്കിലും കയ്യേലും എല്ലാം തേച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തു. നല്ലപോലെ ചെറിയ ഒത്തിരി ഇങ്ങനെ പ്രഷർ കൊടുത്ത് ചെയ്യേണ്ട മസാജൊന്നും അല്ല. നമ്മൾ നല്ലപോലെ ഒന്ന് മസാജ് കൊടുത്തു. മസാജ് കൊടുത്തതിന് ശേഷം 20 മിനിറ്റ് വെച്ചുകൊണ്ടിരുന്നു. അതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നല്ലതുപോലെ മുഖം വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു അലോവേരയുടെ പീസ് എടുത്തു. അതെന്തിനാണ്? മുൾട്ടാണി മിട്ടിയും അരിപ്പൊടിയും നമ്മുടെ സ്കിന്നിനെ കൂടുതലും ഡ്രൈ ആക്കും ഇപ്പോഴത്തെ ഈ സീസണിൽ. പക്ഷേ നമുക്ക് എന്ത് വേണം? നമ്മുടെ ടാൻ പോകണം, നമുക്ക് എന്തെങ്കിലും ഡെഡ് സെൽസോ യാത്ര ചെയ്ത് ഇത് വെയിൽ കൊണ്ടത് മൂലം നമ്മുടെ സ്കിന്നിലുണ്ടായ ഡസ്റ്റ് ഡേർട്ട് എല്ലാം കളയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അരിപ്പൊടിയും മുൾട്ടാണി മിട്ടിയും മാത്രമാണ് ഏറ്റവും നല്ല 2 ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നടക്കുകയും വേണം. ആ ഒരു കാര്യം നമുക്കങ്ങ് ഡ്രൈ ആകും എന്നുള്ളതിന് അതിനും കൂടെ നമ്മളിതായിട്ട് വേണം നമുക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറായിട്ട് ഒരു അലോവേരയുടെ പീസ് ഞാൻ ഒടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ മുള്ള് 2 സൈഡും ചെത്തിക്കളഞ്ഞ് അതിൻ്റെ മഞ്ഞദ്രാവകം എല്ലാം കളഞ്ഞ് നല്ലതുപോലെ അങ്ങ് മസാജ് ചെയ്തു. നല്ലപോലെ അങ്ങ് മസാജ് ചെയ്തിട്ട് പിന്നെ അത് ഞാൻ കഴുകി കളഞ്ഞില്ല. പിന്നെ കുളിക്കാൻ നേരമാണ് ഞാൻ കഴുകി കളഞ്ഞത്. ഒരു 10, 10:30, 11 ആയപ്പോഴാണ് ഞാൻ അത് കഴുകി കളഞ്ഞത്. അപ്പോൾ നമ്മുടെ മുഖം നല്ല സോഫ്റ്റായി, മുഖത്ത് നല്ല കളർ വന്നു കേട്ടോ, നല്ല മാറ്റം വന്നു. ഈ ഒരു കളർ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാൻ രാവിലെ ഇടുന്ന രാവിലെ എനിക്ക് ആ സമയത്ത് എനിക്ക് ഇത് പിടിച്ചുകൊണ്ട് നിൽക്കാനായിട്ടുള്ള ടൈമും ഇല്ലായിരുന്നു. ചേട്ടന് പോകണമായിരുന്നു. അപ്പോൾ എനിക്ക് ആ ടൈമിൽ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം നമ്മൾ ഇത്രയും ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല. അപ്പോൾ ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോയി. എൻ്റെ ഗുരുവായൂരപ്പനെ കണ്ടിട്ട് വന്ന എല്ലാ ഐശ്വര്യവും എല്ലാം ഭയങ്കര ഹാപ്പി. ദൈവം നമുക്ക് അങ്ങനെയാകട്ടോ. എനിക്ക് ഗുരുവായൂരപ്പനെ പോയി കണ്ടിട്ട് വന്നാൽ ഭയങ്കര ഹാപ്പി ആകട്ടോ. എല്ലാവർക്കും അതൊക്കെ തന്നെയാണ്, എനിക്കറിയാം. അത് പോകുന്നതിന് മുന്നേ ഉള്ള ഒരുക്കങ്ങൾ, പോയതിന് വന്നതിന് ശേഷമുള്ള ഓർമ്മകൾ, ഇതെല്ലാം എനിക്ക് ഒരാഴ്ചത്തേനിങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ ഞാൻ വീഡിയോയിൽ നമ്മുടെ പന നൊങ്കിൻ്റെ കാര്യം, അങ്ങനല്ലേ അതിൻ്റെ പേര്? അതെ. എനിക്ക് ഇതിന് മുന്നേ കോട്ടയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ദിവസം എവിടുന്നോ 1, 2 പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട്. നമ്മൾ കോട്ടയത്ത് അങ്ങനെ അധികം ഈ സാധനം ഇല്ല. നമ്മളിങ്ങനെയൊക്കെ പോകുമ്പം ബാങ്ക് വിളിക്കുന്നുണ്ട്. അള്ളാഹുവേ ഇപ്പം തന്നെ നിർത്തിയേക്കാം. പിന്നെ കുറച്ചു പേരെൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ശുഭ ബാങ്ക് വിളിക്കുമ്പോൾ എന്തിനാണ് ശുഭ നിർത്തുന്നത്, അത് കേൾക്കണമെന്ന്. അപ്പോൾ ഇന്ന് കേട്ടോ. അള്ളാഹുവിനെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇതാകാം. അപ്പം നൊങ്ക് വാങ്ങിച്ചേ എനിക്ക് വാട്സപ്പിൽ 2-3 പേര് വന്നു. അതിൻ്റെ തൊണ്ട് കളയണം, കളഞ്ഞിട്ട് അതിനകത്തെ ജെല്ല് വേണമെന്ന്. ഞാൻ നിങ്ങളെ ഇങ്ങനെ അങ്ങ് കടിച്ച് അതിൻ്റെ തൊണ്ടിങ്ങനെ അങ്ങ് കളഞ്ഞിട്ടില്ല, അതിൻ്റെ കൂടിയാണ് ഞാൻ അങ്ങനെ കടിച്ചത്. അതിനകത്തെ ജെല്ല് ഞാൻ കഴിച്ചാണ് ഇരുന്നത്. ചിലതിനൊരു വാട്ടച്ചോവയായിരുന്നു, ചിലതിന് നല്ല തേൻ മധുരമായിരുന്നു.
ആർക്കും ഇഷ്ടമില്ല. അത് ഫുള്ള് ഞാനങ്ങ് കഴിച്ചു. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഹസ്ബൻഡ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ളതൊന്നും ഇനി ഇഷ്ടമില്ല. എനിക്ക് ബേക്കറി സാധനമൊന്നും ഇഷ്ടമില്ല. ഉള്ള കാര്യം ഞാൻ എവിടെയും പറയും. ഈ മിച്ചറും കുച്ചറും കടലയും ഈ അച്ചപ്പം കുഴലപ്പം ഇങ്ങനെയുള്ള ഒരു സാധനവും എനിക്ക് ഇഷ്ടമില്ല. എനിക്കത് തിന്നുന്ന കാണുന്ന പോലും എനിക്ക് കലിപ്പ് എന്താണെന്നറിയില്ല. ഈ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ പിന്നെയും ഇട്ട് ഈ വറുത്ത് കോരുന്ന സാധനങ്ങൾ എന്തിനു വാങ്ങിച്ച് കഴിക്കുക? ഇവിടെ ഞങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയൊരു ഗുസ്തി ഇതിന് വേണ്ടിയാണ് കേട്ടോ. എനിക്ക് വേണ്ട, പക്ഷേ നേരെ തിരിച്ചാണ്. പിന്നെ ഇങ്ങനത്തെ ബേക്കറി സാധനങ്ങൾ എൻ്റെ പിള്ളേരും കൂടെ ഇങ്ങനെ അത് കണ്ടുപിടിച്ച് ഇത് 3 പേരോട് ഇരുന്ന് കഴിക്കും. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമാണ്. ബേക്കറി കടക്കാരൊക്കെ എന്നെ കൊന്നോട്ടെ, എന്നാലും ഞാൻ പറയുന്ന കാര്യമാണ്. എനിക്കത് എന്തോ എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്. ആ സമയത്ത് ഏത്തപ്പഴം കഴിച്ചാൽ മതി അല്ലേ? എൻ്റെ കൂടെ കൂടുന്ന എത്ര പേരുണ്ട്? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താം. ഇനി എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഇപ്പം വരത്തില്ല, അവിടുന്ന് പോന്നു. എന്തായാലും 8-9 മണിയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ. എങ്കിലും എനിക്ക് കപ്പയും മീനും ഒക്കെ ഉണ്ടാക്കണം. ഞങ്ങൾ ഒരാഴ്ചയായിട്ട് നോമ്പായിരുന്നു കേട്ടോ. എനിക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ ഞാൻ ഒരാഴ്ച എൻ്റെ വീട്ടിൽ മീനോ മുട്ട ഇറച്ചി ഒന്നും കയറ്റത്തില്ല. ക്രിസ്മസിൻ്റെ അന്ന് വാങ്ങിച്ചു കേട്ടോ. ക്രിസ്മസിൻ്റെ അന്ന് ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് വൈകിട്ട് കപ്പയും മീനുമാണ്. അപ്പോൾ അതിൻ്റെ ജോലിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ലൈവും വരുന്നില്ല, നാളെ ലൈവ് വരാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ മുഖത്ത് രാവിലെ ഇട്ടതിൻ്റെ ഒരിതുണ്ട്. ഇപ്പോഴും ഞാൻ കുളിച്ച് പള്ളിപ്പുറത്തുകാവിലൊക്കെ പോയി കേട്ടോ. ഒന്ന് വെള്ളിയാഴ്ച അല്ലായിരുന്നു, എനിക്ക് എന്തോന്നറിയത്തില്ല. ഞങ്ങൾ ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് നിർത്താവേ. വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്തോണം, എന്നെ ഇഷ്ടമുള്ളവർ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ക്വാർട്ടേഴ്സിലേ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിപ്പുറത്തുകാവിലും ശനിയാഴ്ച ദിവസം തിരുനക്കരി അമ്പലത്തിലും അങ്ങനെ പോവായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് 10-22 വയസ്സൊക്കെ ആയപ്പോൾ നമ്മളങ്ങനെ പിന്നെ നമ്മളിവിടുന്ന് അങ്ങ് പോവുമല്ലേ. ഇവിടുന്ന് അച്ഛൻ്റെ നാട്ടിലോട്ട് പോവുക, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരിതുമില്ല. പിന്നെ പാമ്പാടിയിലോട്ട് വന്നു. പിന്നെ നമ്മൾ കോട്ടയത്ത് വന്നു. പിന്നെ വീണ്ടും നമ്മൾ കോട്ടയത്ത് പോകുന്നല്ലോ. ഇപ്പം 16 ആയില്ലെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ റെൻറ്റിന് കുറേ നാൾ താമസിച്ചു. ഇപ്പം നമ്മളിവിടെ വീട് വാങ്ങിച്ചിട്ട് 2017 വീട് വാങ്ങിച്ചത് കേട്ടോ. നമ്മൾ ഈ കൊച്ചു വീട് വാങ്ങിച്ചേ സ്വന്തമായിട്ട്. അതുവരെ എങ്ങനെ പോയാലും കുറച്ച് നാളൊക്കെ നമ്മൾ റെൻറ്റിന് ഇങ്ങനെ താമസിച്ചു. ആ ഒരു ടൈമിലൊന്നും പള്ളിപ്പുറത്തുകാവുമായിട്ട് അങ്ങനെ ടച്ചും ഇല്ല കേട്ടോ. പിന്നെ നമ്മളങ്ങ് അമ്മ എപ്പോഴും ഞാൻ ഓർക്കും, എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മൾ പോകാനായിട്ട് അങ്ങനെ സാധിക്കുന്നില്ല. പക്ഷെ ഇപ്പം എല്ലാ വെള്ളിയാഴ്ചയും കുറച്ച് വെള്ളിയാഴ്ച അങ്ങ് അടുപ്പിച്ച് എനിക്ക് പോകാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ അമ്മയുടെ മുന്നിൽ പോയി നിൽക്കുമ്പം പഠിക്കാൻ നല്ല ബുദ്ധി തരണേ, പരീക്ഷയ്ക്കെല്ലാം അറിയാവുന്നതായിരിക്കണേ, കാത്തിരക്ഷിച്ച് അങ്ങനെയൊക്കെയല്ലേ നമുക്ക് പറയാനുള്ളൂ. നമുക്ക് വേറൊന്നും അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പിന്നെ ഈയിടെയായിട്ട് ഇങ്ങനെ ആദ്യം പോയപ്പോൾ എൻ്റെ അമ്മയുടെ മുന്നിൽ നിന്ന് അങ്ങ് കണ്ണ് നിറഞ്ഞു കേട്ടോ. ഇപ്പം അമ്മയോട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അന്നൊക്കെ. പക്ഷേ ഇപ്പം എനിക്ക് അതുകൊണ്ട് ഇന്ന് ഞാൻ ഓട്ടോ പിടിച്ച് പോയിട്ട് വന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഇത് അങ്ങനെ. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ ചുമ്മാ പറഞ്ഞ ഒരു സന്തോഷം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാൻ കപ്പ പൊളിക്കാനും കൊത്താനും മീൻ വെട്ടിയതാണ് വാങ്ങിച്ച കറി വയ്ക്കാനും ഒക്കെ ആയിട്ട് പോട്ടെ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ആരും മറക്കരുത്, ആരെങ്കിലും നമ്മുടെ ഓയിൽ കയ്യിലില്ലാത്തവർ മസ്റ്റായിട്ടും എൻ്റെ ഇത് തേച്ചോ. ഓയിൽ കയ്യിലുള്ളവരും എവിടെയെങ്കിലും, ഞാൻ എന്നും എൻ്റെ മുഖത്ത് ഓയിൽ തേക്കുന്ന ആളല്ലേ. പക്ഷേ വെയിൽ കൊണ്ടപ്പോഴേക്കും എനിക്കറിയാൻ ടാനടിച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോഴേക്കും ഞാൻ നല്ലപോലെ മുൾട്ടാണി മിട്ടി, അരിപ്പൊടി, നല്ല കട്ട തൈര്, പുളിയില്ലാത്ത കട്ട തൈര്, ഇത് 3ഉം കൂടെ നന്നായിട്ട് ജസ്റ്റ് മുഖത്ത് തേച്ച് 20 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളഞ്ഞ് നോക്കിക്കേ. കുറച്ച് അലോവേരയും കൂടെ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് അലോവേര ഇല്ല, നിങ്ങളുടെ കയ്യിൽ ജെല്ല് കടയിൽ നിന്ന് വാങ്ങിച്ച ജെല്ലായിരിക്കുന്നെങ്കിൽ അതായാലും മതി. കുറച്ചെടുക്കുന്ന മോയ്സ്ചറൈസറായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. പിന്നെ നമ്മുടെ മുഖത്ത് ഒരു ഡ്രൈനെസ്സും ഇല്ല, ടാനും എല്ലാം മാറും കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്നിവിടെ ക്ലോസ് ചെയ്യുവാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.